ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4.5 സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വീടിന്റെ പ്ലാനും അതിന്റെ 3D പ്ലാൻ, എലിവേഷൻ ഡിസൈൻ ഇതെല്ലാമാണ് വരുന്നത്. ഞാൻ ഹനി, അനുകാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പാലക്കാട് ജില്ലയിലുള്ള ആളുകൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 4.5 സെന്റ് ആണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. അത് ഏറെക്കുറെ ഒരു സ്ക്വയർ ടൈപ്പ് വരുന്നൊരു പ്ലോട്ടാണ്. ഇതിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ് ഇതിൽ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നത്. ഒരു നിലയിൽ 2 ബെഡ്റൂം വരുന്ന അതും നമ്മുടെ ഏരിയ വരേണ്ടത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ ഏരിയ നിൽക്കുകയും വേണം. സ്റ്റെയർ റൂമിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഒരു ബജറ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെയാണ് പ്ലാനും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റെയർ റൂം ഈ വീടിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സ്പേസ് കളയാനായിട്ട് ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ സ്റ്റെയർ റൂം അതിന് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പുറത്തുനിന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടിന്റെ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരുന്നത് നമുക്ക് അടുത്തായിട്ട് കാണാം. ഈ പ്ലാൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്ക് ഇവിടെ ആയിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും ഒരു ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ടിന്റെ അളവ് 352-150 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. അത് ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ 330-300 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് സ്പേസ്. അവിടെ സോഫ ടി യൂണിറ്റ് ഒക്കെ അവിടെയാണ്. 3D പ്ലാൻ കാണുമ്പോൾ അതിന്റെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അവിടെ ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഡൈനിങ്ങിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്കിപ്പോൾ ഡൈനിങ് തന്നെയാണ് അതിന്റെ പ്രൈവസിയുടെ ഭാഗമായിട്ട് ഡൈനിങ് തന്നെയാണ് ബാക്കിയുള്ള റൂമുകളിലേക്കുള്ള ഡോറുകൾ കിച്ചൺ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ ഒരു പാസേജ് അത്ര സ്പേസ് പോവാത്ത രീതിയിലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഡൈനിങ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ ആ ഒരു കോർണറിലായിട്ട് ഇവിടെ നമുക്ക് വാഷ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെ കൊടുത്തിട്ടുണ്ട് ലൈറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ട്. ഇനി ബെഡ്റൂമിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട് 330-400 സെന്റിമീറ്റർ എന്നാണ് ഇതിലൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. കോർണറിലാണ് ബാത്റൂം വരുന്നത്. അത് നമുക്ക് ആ ഒരു പൊസിഷൻ ഇപ്പൊ അവിടെ നിന്ന് മാറ്റാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് കിച്ചൺ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പൊ കിച്ചന്റെ അളവാണെങ്കിൽ 300-350 സെന്റിമീറ്റർ എന്ന അളവിലാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്ലാനിൽ വരുന്നത്. അപ്പം ഈ പ്ലാനിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ടാണെങ്കിൽ ഞാൻ ഈ ഒരു വീടിന്റെ 3D പ്ലാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് വരുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ 2 ചെയർ ഇടാനുള്ള സ്പേസ്. സിറ്റ് ഔട്ട് അത്യാവശ്യം നീളമുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയയിൽ നമുക്ക് സോഫ അതുപോലെ TV യൂണിറ്റ് ഒക്കെ കാണാവുന്നതാണ്. അടുത്ത ഡൈനിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ഏരിയ ഈ കോർണറിലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു കോർട്ട്യാർഡ് പോലെ ഒരു ഓപ്പണിംഗ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് കിച്ചണും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിന്റെ പ്ലാനിൽ നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരിക്കലും ഒരു ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ അല്ല. നമ്മളിതിൽ ഇനിയും മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള പ്ലാനുകളാണ്. നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്തൊരു പ്ലാനാണ്. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിന്റെ എലിവേഷൻ ഡിസൈൻ ആണ്. അപ്പൊ നിങ്ങൾ ഈ വീടിന്റെ എലിവേഷൻ ഡിസൈൻ കണ്ടല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എലിവേഷൻ ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു സ്ലോപ്പ് റൂഫ് പോലെ, അത് നമ്മളുടെ റൂഫ് മൊത്തം ആയിട്ട് സ്ലോപ്പ് ചെയ്തതല്ല, നമ്മൾ ആ ഒരു പോർഷൻ മാത്രം പാരപ്പറ്റ് കുറച്ച് ഹൈറ്റിൽ ചെയ്ത് എലിവേഷനിൽ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. അല്ലാതെ മൊത്തം ഫ്ലാറ്റ് റൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ കുറച്ച് ക്ലാഡിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ആ ഒരു സ്ലോപ്പ് റൂഫ് കൊടുത്ത ഭാഗത്തായിട്ട് ഗ്രൂ കട്ട്, അതുപോലെ ക്ലാഡിംഗ്, അതുപോലെ കുറച്ച് ഷോ വാളുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു നമ്മുടെ അകത്തൊരു കോർട്ട്യാർഡ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വരാനായിട്ടൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഗ്ലാസ് അല്ലെങ്കിൽ ജാളി വർക്ക് ചെയ്യാനായിട്ടൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇനീഷ്യൽ ഡ്രോയിങ് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. ചിലപ്പോൾ അവിടെ ജാളി വർക്കായിട്ടും അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ആയിട്ടായിരിക്കും വരിക. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തിന് ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിനോട് ചേർന്ന് തന്നെ ചെറുതായിട്ടൊരു ടെക്സ്ചർ വർക്കുകളും കാര്യങ്ങൾ വരുന്നുണ്ട്.
ഈ വീടിന്റെ പാരപ്പറ്റിൽ നമ്മൾ ഒരുപാട് ഡിസൈനുകളൊന്നും ചെയ്തിട്ടില്ല. നോർമൽ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള പാരപ്പറ്റ്, അതിൽ ചെറിയ കട്ടിങ്ങൾ കൊടുത്തിട്ട് ജി ഐ പൈപ്പ് കൊണ്ടുള്ള ഒരു ഡിസൈൻ, ചെറിയൊരു ഡിസൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എക്സ്ട്രാ ഒരുപാടായിട്ടുള്ള വർക്കുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിന്റെ പ്ലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതിന്റെ 3D അതുപോലെ എലിവേഷൻ ഡിസൈനിലൊക്കെ കാണല്ലോ. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുകയാണത് നമ്മളൊരു ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ ക്ലയന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു വർക്കാണ്. ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്ക് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മലപ്പുറം അതുപോലെ കോട്ടയം ജില്ലകളിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ വലിയ വർക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ലോങ്ങിൽ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, അതും ഈ ബജറ്റ് വീടുകളിലൊക്കെ ആയിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ബജറ്റ് വീടുകൾ നിങ്ങൾക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതായിരിക്കും എന്ന് തോന്നുന്നു ബെറ്റർ. അപ്പോൾ നമ്മൾ നോർമലി തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലാണ് മെയിനായിട്ട് നമ്മുടെ വർക്ക് എടുക്കുന്നത്. നമ്മുടെ സൈറ്റ് വിസിറ്റിന് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുക. അതുപോലെ തന്നെ ഹോം ടൂർ വീഡിയോസ്, നമുക്ക് പലപ്പോഴും അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊരു 2000 സ്ക്വയർ ഫീറ്റ് അടുത്ത് ഏരിയ വരുന്ന ഒരു വീടാണ്. 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ചാൽ ഒരു 50 ലക്ഷം രൂപയിലാണ് ഫുൾ വർക്കിന്റെ കോസ്റ്റ് വരുന്നത്. വീടിന്റെ കൺസ്ട്രക്ഷൻ അതുപോലെ ഇന്റീരിയർ ഫുൾ വർക്ക് 50 ലക്ഷത്തിൽ താഴെയാണ് അതിന്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ വീടിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം. കൂടുതൽ അറിയാനായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കൊടുത്ത നമ്പർ കോൺടാക്ട് ചെയ്താൽ അടുത്തൊരു വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.